CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് 2.5 ലക്ഷം രൂപ അനന്തു നൽകിയത് എന്ന് പറയുന്നത് അക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. അതിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. ഞാൻ രണ്ടാം ഘട്ടത്തിൽ ലിജീഷിലേക്ക് വരാം. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടുതലായി അറിഞ്ഞുകൊണ്ടുവരികയാണ്. നൂറുകണക്കിന് പരാതികൾ പല ജില്ലകളിലും വന്നു കഴിഞ്ഞു. പക്ഷേ 34 എണ്ണത്തിന്റെ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ മെല്ലെപ്പോക്ക് ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു വമ്പൻ സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരോപണ വിധേയരാകുന്നു. പിന്നിൽ ഉന്നതന്മാരുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു. ഒരാൾ ഒറ്റയ്ക്ക് ഒരു 27 വയസ്സുകാരൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സർവരെയും പറ്റിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ള സംശയമൊക്കെ ഉയരുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കണ്ടു ഇതുപോലെ ഒരു കൊച്ചു പയ്യന ടോട്ടൽ ഫോർ യു, അതിനകത്തൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു? രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അല്ല, ഇനി നമ്മൾ അനാർക്കിയുമായിട്ട് എന്തോ ദൂരം ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമ്മൾ കണ്ടു ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ അനാർക്കി വന്നത്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തും ഒക്കെ വരും. കാര്യം സത്യസന്ധത പൊളിറ്റിക്സിലില്ല. ആ ഗാന്ധിയൻ എറ കഴിഞ്ഞപ്പോഴേ പൊളിറ്റിക്സിനെ തമസ്കരിച്ചു കഴിഞ്ഞു. അത് ഇന്ന് പൊളിറ്റീഷ്യൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും റെസ്പെക്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്ന ഈ രാജ്യസ്നേഹമുള്ള നല്ല വ്യക്തിത്വങ്ങളോടുള്ള ജനങ്ങളുടെ ബഹുമാനം കൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് കിട്ടുന്നത്. അല്ലാതെ ഇന്നത്തെ പൊളിറ്റീഷ്യൻസിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആർക്കെങ്കിലും ബഹുമാനം തോന്നുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്. ഇവരാരും എത്ര പേര് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഡൽഹി ഇലക്ഷൻ കണ്ടു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കാശ് വാരി എറിഞ്ഞു. എവിടുന്ന ഈ കാശ്? ഇവരുടെ കുടുംബത്തിൽ നിന്നാണോ? ഇതെല്ലാം അണ്ടർവേൾഡിന്റെയാണ് കാര്യം. നേരത്തെ 1996 സുപ്രീം കോടതി കോമൺ കോസിന്റെ കേസ് ഉണ്ടായിരുന്നു. ആ കേസിനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞു, അങ്ങനെയാണ് ഇലക്ഷൻ ഫണ്ടിങ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ നോക്കിയത്. അവർ ചോദിച്ചു എവിടുന്നാണെന്ന്. ഇത് ജയിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അണ്ടർവേൾഡിന് വേണ്ടി ഇതുപോലുള്ള ക്ലാൻഡസ്റ്റൈൻ ഡീൽ നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇവിടെ ഒരു ബജറ്റിനെ പറ്റി ചർച്ച ഉണ്ടായിരുന്നല്ലോ. നിയമസഭ വളയുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ബജറ്റിനകത്തുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവരെ പോകുന്നു. കോമൺ മാനോട് വലിയ താല്പര്യങ്ങളില്ല. ബജറ്റ് വെച്ച് പോലും കള്ളക്കളികൾ കളിച്ചിട്ട് ഇവരെല്ലാം സ്വന്തമായ നേട്ടം ഉണ്ടാക്കുന്നുള്ളത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മാറണമെങ്കിൽ ജനം ഉണരണം. ഇവരെല്ലാം ജനം കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഇവരെല്ലാം പിൻ ചെയ്യണം. ഹൈക്കോടതി ഭിത്തിയില് ഇവരെല്ലാം പിടിച്ച് തറയ്ക്കണം. അത് രീതിയിൽ ഇവിടുത്തെ സാമൂഹ്യ സംഘടനകളെ NGOs ഒക്കെ ഇതിലെ വിവരങ്ങൾ പുറത്തു വരണമല്ലോ. ശ്രീ സക്രിയ ജോർജ്, ഇതിൽ ആരൊക്കെ ഉണ്ട് എന്ന് പൊളിറ്റിക്കൽ ഫണ്ടർ ആണ് അനന്തു കൃഷ്ണൻ എന്നത് വ്യക്തമാകുന്നുണ്ട് അയാളുടെ മൊഴിയിലൂടെ. അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ ആസൂത്രിതമായ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. നോക്കൂ, പക്ഷേ ഈ നൽകിയിട്ടുള്ള മൊഴി ഇനി പുറത്തു വരുമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകൾ ആര്? ഇവരിലേക്ക് എത്തി ഒരു അന്വേഷണം നടന്ന് കാര്യങ്ങൾ വെളിച്ചം കാണും, അല്ലെങ്കിൽ സത്യം തെളിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാം, അനന്തു കാളിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ക ഫ്രോഡ്. അയാൾക്ക് എങ്ങനെ ഈ പറയുന്ന സിസ്റ്റത്തെ ഈ രീതി ചലിപ്പിച്ച് ഫണ്ട് എടുക്കാൻ പറ്റും? നമ്മൾ പറയാറുണ്ട്, പിന്നെ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവരി മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വരുമ്പോൾ അതൊരു പഴയ വൈസ് ഓൾഡ് സേയിങ് ആണ്. പക്ഷേ ഇപ്പം ബിഹൈൻഡ് എവരി ഫ്രോഡ്സ്റ്റർ ദർ ഈസ് എ ബിഗ് പൊളിറ്റീഷ്യൻ. അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പം ആണെങ്കിൽ ദർ ഈസ് എ ജഡ്ജ് എന്നുകൂടെ പറയാം. കാര്യം അതേ 7ാം പ്രതിയാണ്. നമുക്ക് നവീൻ അറോറയിൽ ഡൽഹി ഹൈക്കോർട്ടിന്റെ വിധിയുണ്ട്, എ ജഡ്ജ് ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് ഹീസ് എ ജഡ്ജ്, he too will be judged. ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇവിടെ ഒന്നും പോയി തല വെച്ച് കൊടുക്കരുത്. ഈ ഉലകമേ തട്ടിപ്പെന്ന് പറഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. ഇന്ന് പലപ്പോഴും നല്ല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുക ആരെയാണ് വിശ്വസിക്കുന്നതെന്ന്. കാര്യം ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഓപ്പർച്യൂണിസ്റ്റാണ്. എന്ത് കിട്ടിയാലും അടിച്ചു മാറ്റും. വളരെ കുറച്ച് മൈനോറിറ്റിയേ ഉള്ളൂ അവനവൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അന്നം തേടി മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അത് മൈനോറിറ്റിയാണ്. ബാക്കി എല്ലാം പറ്റിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് അവർ ഇത് രാഷ്ട്രീയ കളറും കൊടിയും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനെല്ലാം വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇപ്പം ടീം വരുമ്പം, ഇൻവെസ്റ്റിഗേഷൻ ടീം വരുമ്പോഴും ഇതിന് ചേരുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഇല്ലാത്തവരെ,
ക്യാരക്ടർ ആൻഡ് കാലിബർ ഇല്ലാത്തവരെ, ക്യാരക്ടർ വിത്ത് കാലിബർ ഇല്ലാത്തവരെ വെച്ച് ഇതെല്ലാം അട്ടിമറിക്കും. ഇതെല്ലാം പോലീസിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഒരു നഴ്സറി കുട്ടിയെ കൂടെ വിളിക്കണമായിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ള. ആ കുട്ടി പറയും കേരളത്തിൽ എന്താ നടക്കുന്നത്, ഇത് മൊത്തം തട്ടിപ്പാന്ന് അവര് തന്നെ പറയും. എല്ലാവർക്കും അറിയാം, ന്യൂ ബോൺ ചൈൽഡ് പോലും അറിയാവുന്ന കാര്യമായത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ